This is what you see is papaya. ഇത് പപ്പ തായ്ലൻഡിൽ വാങ്ങിയതാണ്. ഞങ്ങൾ ഈവനിങ് വ്യൂ കാണിക്കാം. ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റിൽ എഴുതി അടിക്കണം. പിന്നെ ഇവിടെ ഒരു ക്ലീനിങ് ചെയ്യുന്നുണ്ട്. വെൽക്കം ബാക്ക് ടു റിസ ഫ്രം ഒഡീഷ. അപ്പോൾ നമ്മൾ വീട്ടുകൂടലിൻ്റെ വീഡിയോകളൊക്കെ ചെയ്തതിന് ശേഷം ഒരു ശനിമേളയുടെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ മോള് വന്നിട്ടുണ്ട്. മോള് വീട്ടുകൂടലിൻ്റെ അന്നില്ലായിരുന്നു. അതിൻ്റെ പിറ്റേന്ന് മോൾക്കൊരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് മോള് വന്നത്. അപ്പം മോള് വന്നതിന് ശേഷമാണ് നമ്മളെല്ലാം മുകളിലേക്ക് എല്ലാം ഷിഫ്റ്റായി. മുകളിലേക്ക് എല്ലാ സാധനങ്ങളൊക്കെ കൊണ്ടുവരാനും ഇപ്പം എല്ലാം പാക്കിംഗ് ഒക്കെയാണ്. അപ്പോൾ ബൗളിലേക്ക് ഓരോ സാധനങ്ങൾ ഇടാനും അടുക്കള എല്ലാം സെറ്റാക്കി. നമ്മൾ എല്ലാ സാധനങ്ങളും മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അലമാരയിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മുകളിലേക്ക് കൊണ്ടുവരാനുണ്ട്. പക്ഷെ അതൊക്കെ പതുക്കെ ചെയ്യാമല്ലോ, ഇപ്പോൾ അർജൻറ്റ് ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അടുക്കളയിലെ സാധനങ്ങളൊക്കെ നമ്മൾ എല്ലാം എല്ലാം ഗ്ലാസ് ബൗള് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഇട്ടിട്ട് സാധാ പഴയ ബോട്ടിലൊക്കെ കഴുകിയെല്ലാം വൃത്തിയാക്കി എല്ലാത്തിലും നമ്മൾ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുകയാണ്. മോള് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ജോലികളിലാണ് നമ്മൾ. നല്ല തിരക്കാണ് ഇപ്പോൾ. കാരണം എല്ലാം ഒരു പുതിയ വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും എല്ലാം ഒതുക്കലും പെറുക്കലും എന്ന് പറഞ്ഞാൽ ജോലികൾ തന്നെയായിരിക്കും. അതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനൊന്നും സമയമില്ല. അപ്പോൾ മാളുവാണ് പറഞ്ഞത് നമ്മൾ പാക്കിങ് ഒക്കെ ചെയ്യുന്നതൊക്കെ എടുക്കമ്മ, ചുമ്മാ മൊബൈലിൽ നിന്ന് എടുക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ചെയ്തതാണ്. മോനും വീഡിയോ എടുക്കണ്ടെന്നൊക്കെ ആയിരുന്നു. മോനും രാവിലെ സ്കൂളിൽ പോകാൻ നേരത്ത് കഴിക്കുന്ന അവല് പൊടിച്ചതില്ലേ, അവലും കശുവണ്ടിയൊക്കെ പൊടിച്ചത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതെല്ലാം മോന് ബോക്സിൽ ആക്കുകയാണ്. അപ്പോൾ അങ്ങനെ 2 പേർക്കും ഓരോരോ ജോലികൾ കൊടുത്തിട്ടുണ്ട്. 2 പേരും ഉഷാറായി ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മുടെ കുറച്ച് സമയം ഒതുക്കലും പെറുക്കലൊക്കെ കുറച്ച് നേരം, പിന്നെ ഈവനിങ്ങിൽ കുറച്ച് സന്ധ്യയ്ക്ക് ഇവിടെ ഇരിക്കുന്ന കുറച്ച് ഇതുണ്ട്. വൈകുന്നേരം കൂൾ കോഫി ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ നല്ല ചൂടാണ്. അപ്പോൾ ഐസൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ഒരു കൂൾ കോഫി ഉണ്ടാക്കുന്നുണ്ട്. അത് മക്കളാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാ മോനിവിടെ ഒളിച്ച് കളിക്കുകയാണ് വീഡിയോ എടുക്കണ്ടെന്നും പറഞ്ഞിട്ട്. മാളൂന് അപ്പോൾ എല്ലാം ചടപടാന്നാണ്. ഇതാ മാള് ഇവിടെ ഇതൊക്കെ ഗ്രീൻ പീസൊക്കെ ഇതാ മുറിച്ചപ്പോൾ കണ്ടോ ഒക്കെ താഴെ വീണു. പിന്നെ അതെല്ലാം പെറുക്കിയെടുത്തു. മാളൂന് അങ്ങനെയാണ്, എല്ലാം ചടപട ഒരു ശ്രദ്ധയില്ല. കണ്ടോ, ഇതാണ് മാളൂൻ്റെ അവസ്ഥ. അപ്പോൾ എങ്ങനെയായാലും ചെയ്തോളും. 2 പേരും കൂടി അവിടെ എല്ലാം എന്നെ ഹെൽപ്പൊക്കെ ചെയ്തോളും. അപ്പം നമുക്കെല്ലാം ഒതുക്കി പെറുക്കി താഴെയൊക്കെ കുറേ വീണു കേട്ടോ. അതെല്ലാം എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ്. ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ചായ കോഫി ഒന്നും കുടിക്കില്ല. അതാണ് നമ്മൾ വൈകുന്നേരം കൂൾ കോഫി ഉണ്ടാക്കുന്നത്. കാരണം ഐസും കോഫി പൗഡറും പാലൊക്കെ ഇട്ട് അടിച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുന്ന കൂൾ കോഫി നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കുറച്ച് സമയമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കാനും മറന്നു പോകരുത്. വീഡിയോ മറക്കാതെ ലൈക്കും കൂടി ചെയ്യണം. അപ്പോൾ വീഡിയോ ക്ലാരിറ്റിയൊക്കെ കുറവാണ്. മൊബൈൽ ഞാൻ പറഞ്ഞല്ലോ കംപ്ലൈൻ്റ് ആണ്. നമ്മൾ മൊബൈലൊക്കെ വാങ്ങാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ചൂട് കാരണമാണ് നമ്മൾ പോവാത്തത്. ഉടനെ തന്നെ നമ്മൾ പോകുന്നുണ്ട് ടൗണിൽ. മോൾക്കിപ്പോൾ വെക്കേഷനാണല്ലോ. അപ്പോൾ നമ്മൾ പോകുന്നുണ്ട്. മൊബൈൽ വാങ്ങണം. ഒരു 2-3 വീഡിയോ കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൂടി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ടൗണിൽ പോകുന്ന ഇതാണ്. ഉടനെ തന്നെ മൊബൈൽ ചേഞ്ച് ചെയ്യണം. 2 പേരുടെയും ജോലികളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ കേരളത്തിൽ നല്ല മഴയാണല്ലോ. ഇവിടെ നല്ല ചൂടും അവിടെ നല്ല മഴയുമാണ്. അപ്പോൾ വീഡിയോ വ്യൂസൊക്കെ കുറവാണ്. അപ്പോൾ വീഡിയോ ഇടാനും ഒരു ഇതില്ല. അപ്പം മാളുമാണ് പറഞ്ഞത് നമുക്ക് ഇങ്ങനെയൊക്കെ ഇടാം, മൊബൈൽ എന്തായാലും വാങ്ങുന്ന വരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇടാം, കാരണം അങ്ങനെ നിർത്തി വെക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചുമ്മാ ഒരു വീഡിയോ എടുത്തത്.
കാരണം മൊബൈൽ നല്ല ഹീറ്റ് ആവുന്നുണ്ട്. മൊബൈലിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല, ക്ലിയർ തീരെയില്ല. അപ്പോൾ മോനും നല്ല ജോലിയിലാണ്, മോനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ രാവിലെ കഴിക്കുന്ന അവൽ, കശുവണ്ടി, പിസ്ത, ബദാം അങ്ങനെ പൊടിച്ചത് ഞാനൊരിക്കൽ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റി പൊടിയാണ്, ഹെൽത്തി പൊടിയാണ്. ये स्वादिष्ट खाना मिलेगा. This is what you see is papaya. देखिए पचकड़ी. It helps for your body detoxifying. And इसे हम उड़िया में बोलते हैं बेल. और ये हमारी पेट को ठंडा रखने में हेल्प करता है. और सिबलिंग के ऊपर हम बेल पत्ता लगाते हैं. इसका जो फ्रूट ये है वो पेट ठंडा रखने में हेल्प करता है. सो ये हम शाम को बनाएंगे. മലയാളത്തിൽ 2 വാക്ക് പറയാം. മലയാളത്തിൽ എന്ത് പറയാനാണ്? അപ്പം മാളുവിൻ്റെ മലയാളം നിങ്ങൾ കേട്ടോളൂ. വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും ഒക്കെ പോകുന്നുണ്ട്. ഇത് എൻ്റെ പപ്പ തായ്ലൻഡിൽ വാങ്ങിയതാണ്. നല്ലത്. It's looking like this. ഇതിൻ്റെ പപ്പ സിംലയിൽ വാങ്ങിയതാണ്. സമ്മറിൻ്റെ നടക്കാണ്. സോ ഞങ്ങൾ ഈവനിങ് വ്യൂ കാണിക്കാം. ഈവനിങ്ങിൽ നൈറ്റ് ടൈമിൽ സ്കൈ ഫുൾ ക്ലീൻ ആണ്. സ്റ്റാർസ്, മൂൺസ് ഒക്കെ കാണാൻ നല്ല രസമാണ്. പിന്നെ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റിൽ എഴുതി അടിക്കണം. പിന്നെ ഞങ്ങളുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റിൽ എഴുതി അടിക്കണം. പിന്നെ ചാനൽ പുതിയ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ പുതിയതല്ല, ഞങ്ങളുടെ വീഡിയോയിൽ നമ്മളെ വീഡിയോ കാണുന്നവർ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോയിൽ ആരും പുതിയ കാണെങ്കിൽ എൻ്റെ മാളുവിൻ്റെ മലയാളം നിങ്ങൾ കേട്ടോളൂ. ഞാൻ മലയാളം പഠിപ്പിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോയിൽ പുതിയ ആരെങ്കിലും കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഞങ്ങളുടെ ചാനലിൽ രജിത ഫ്രം ഒഡീസ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ യു ക്യാൻ വാച്ച് അവർ ചാനൽ ഓൾസോ ഇൻ ഇൻസ്റ്റാ രജിത ദലായി. കുറച്ച് കഴിഞ്ഞിട്ട് ഈവനിങ് വ്യൂ കാണുന്നു. അപ്പോൾ മാളുവിൻ്റെ മലയാളം നിങ്ങൾ കേട്ടല്ലോ, ചിരിച്ചു മടുക്കും. അപ്പോൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു, കിടന്നുറങ്ങി, എണീറ്റ് വന്ന് ഇപ്പോൾ ഒരു 4-4:30 ആയി. അപ്പോൾ മോനും മോളും കൂടി കൂൾ കോഫി ഉണ്ടാക്കി. ഞാൻ എണീറ്റ് വരുമ്പോഴേക്ക് ഇവർ കൂൾ കോഫി എല്ലാം ഉണ്ടാക്കി കുടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ വേഗം അതൊന്ന് എടുത്തതാണ്. കൂൾ കോഫി ഉണ്ടാക്കുന്നത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ അത് പിന്നീട് എടുക്കാം. അവരുണ്ടാക്കി കുടിക്കലൊക്കെ കഴിഞ്ഞു, എനിക്ക് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സന്ധ്യയായി, വിളക്കെല്ലാം വെച്ച് കഴിഞ്ഞു. ഇപ്പോൾ ബാൽക്കണിയിൽ കുറച്ച് നേരം ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് ബാൽക്കണിയിൽ സന്ധ്യക്ക് നിലാവിനെ കണ്ടോ നിലാവ്. നിലാവ് കണ്ടോ. ഇപ്പോൾ സമയം 8 മണിയായി. അപ്പോൾ കുറച്ച് നേരം നമ്മൾ സന്ധ്യയ്ക്ക് വിളക്കെല്ലാം വെച്ച് ഞങ്ങൾ ഇന്ന് ഈവനിങ് 8 മണി, ഇപ്പോൾ സന്ധ്യയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ 8 മണിയായി. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ ബാൽക്കണിയിൽ നമ്മുടെ ബാൽക്കണിയാണിത്. ചെടിയൊക്കെ കണ്ടോ, ചെടിച്ചട്ടികളൊക്കെ. നമ്മുടെ തുളസിത്തറയില്ലേ, തുളസിത്തറേൻ്റെ ആ ഭാഗം, അവിടെ നമ്മളൊരു പായ് വിരിച്ചിട്ട് നമ്മളിവിടെ ഇരിക്കുന്ന കാറ്റുകൊള്ളും. അപ്പോൾ അതവിടെ കണ്ടോ നിലാവ്, ആ തെങ്ങിൻ്റെ ഇടയിൽ കാണുന്നില്ലേ, നല്ല നിലാവ് വെളിച്ചമുണ്ട്. ഒരു മഴേൻ്റെ ഒരു ഇതാണ് തോന്നുന്നു. അപ്പോൾ ഇന്ന് വലിയ ഒരു ലൈറ്റില്ല, ഒരു മഴേൻ്റെ ലക്ഷണമൊക്കെ ഉണ്ട്. എന്നാലും കൂടി നല്ല നിലാവുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ ഇവിടെ കാറ്റും കൊണ്ട് കുറേ നേരം കിടക്കും. ഒരു 8:30 ആകുമ്പോൾ പോയിട്ട് ചപ്പാത്തി ഉണ്ടാക്കും.
ഇതാ മോൻ അവിടെ ട്യൂഷന് മിസ് വന്നിട്ടുണ്ട്, മോൻ പഠിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ മോനില്ലാത്തത്. ഞാനും മോളും ഇവിടെ കുറച്ച് നേരം ഇരുന്ന് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അമ്മേനെയൊക്കെ കോൾ ചെയ്യാനുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ വേറെ ആരെങ്കിലുമൊക്കെ കോൾ ചെയ്യാനുണ്ടെങ്കിൽ കുറച്ച് നേരം കോളൊക്കെ ചെയ്ത് ഇവിടെ ഇരിക്കും. ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് നമ്മളിവിടെ കിടക്കുന്നത്. അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ നമ്മളെ കാണുന്നില്ല, ഇരുടല്ലേ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം. ഇതാ കണ്ടില്ലേ നിലാവ് എന്ത് ഭംഗിയാണെന്ന്.